ജനീവയിൽ നടക്കുന്ന ചർച്ചകൾ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ലോകം ഉറ്റുനോക്കുന്ന ആ ചോദ്യത്തിന് ഇപ്പോൾ വ്യക്തമായ ഉത്തരമായിരിക്കുകയാണ്. മധ്യപൂർവേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയ്ക്ക് വിരാമം അടുത്തു തുടങ്ങി. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇസ്രയേലിന് ആക്രമണം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പച്ചക്കൊടി അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ പൂർണ്ണ പിന്തുണ വന്നു കഴിഞ്ഞു. വെറും വാക്കുകളല്ല, ഇത്തവണ അമേരിക്കയുടെ പൂർണ്ണ സൈനിക പിന്തുണയും ഇസ്രയേലിനുണ്ടാകും. വിഷയം അതീവ ഗൗരവകരമാണ്. CBS ന്യൂസ് പ്രകാരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കും ആണവ കേന്ദ്രങ്ങൾക്കുമെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ അമേരിക്ക പിന്തുണയ്ക്കും. കഴിഞ്ഞ ഡിസംബറിൽ തന്നെ പ്രസിഡന്റ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ ഉറപ്പ് നൽകിയിരുന്നു. നാളെ, അതായത് ചൊവ്വാഴ്ച, അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരേഡ് കുഷ്ണറും ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി ജനീവയിൽ നിർണായക കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ്. ഈ ചർച്ചയിൽ ഒരു തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. വെറുതെ പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല അമേരിക്ക ചെയ്യുന്നത്, ഇസ്രായേലി യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം, മിഡ് എയർ റീഫ്യൂലിംഗ് വരെ നൽകുമെന്ന്, അയൽ രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ഇസ്രായേലിനെ സഹായിക്കുമെന്നൊക്കെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ വ്യോമാതിർത്തി ആക്രമണത്തിനായി വിട്ടു നൽകില്ല എന്ന് പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇതിനകം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു പെട്ടെന്നുള്ള തീരുമാനമല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം 8 മാസം മുമ്പ്, അതായത് 2025 ജൂണിൽ നടന്ന 12 ദിവസത്തെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ബാക്കി പത്രമാണത്. അന്നത്തെ യുദ്ധത്തിലും ഇസ്രായേൽ അമേരിക്കയുടെ സഹായം ലഭിച്ചിരുന്നു ഇസ്രായേലിന്. എന്നാൽ ഇത്തവണ നെതന്യാഹുവിന്റെ നിലപാടുകൾ കൂടുതൽ കടുപ്പമാണ്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ട യുറേനിയം പൂർണ്ണമായും നീക്കം ചെയ്യണമെന്നും ആണവ കേന്ദ്രങ്ങൾ പൊളിച്ചു മാറ്റണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. ഇറാൻ വിശ്വസിക്കാൻ കഴിയാത്തവരാണ്, ഇറാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, അവർ കള്ളം പറയും, വഞ്ചിക്കുകയും ചെയ്യും എന്നാണ് നെതന്യാഹു അമേരിക്കൻ ജൂത നേതാക്കളോട് ജെറുസലേമിൽ വെച്ച് പറഞ്ഞത്. ഇറാനുമായുള്ള ഏത് കരാറിനെയും താൻ സംശയത്തോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വശം കൂടിയുണ്ട്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ ഉപരോധങ്ങൾ നീക്കിയാൽ ആണവ പദ്ധതിയിൽ വിട്ടുവീഴ്ച ആകാം എന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മജീദ് തഖത്ത് റവാൻജി BBC-യോട് സൂചിപ്പിച്ചിരുന്നു. എണ്ണ, ഗ്യാസ്, വിമാനങ്ങൾ വാങ്ങൽ തുടങ്ങിയ മേഖലകളിൽ അമേരിക്കയ്ക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന കരാറുകൾക്കാണ് ഇറാൻ ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള കരാറുകൾക്ക് ഇറാൻ തയ്യാറാണ്. എന്നാൽ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും നിലപാട് വ്യക്തമാണ്. അതിലൊന്നും ഒരു കാര്യമില്ല. ഒന്നുകിൽ സമ്പൂർണ്ണ കീഴടങ്ങൽ, അല്ലെങ്കിൽ യുദ്ധം. ഇതാണ് അവരുടെ ആവശ്യം. ആണവ സമ്പുഷ്ടീകരണം പറ്റില്ല. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വാക്കുകളിൽ തന്നെ ഈ അനിശ്ചിതത്വമുണ്ട്. ഇതുവരെ ആർക്കും ഇറാനുമായി വിജയകരമായ ഒരു കരാർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാൻ ഒരു കാലത്തും ആണവായുധം നിർമ്മിക്കില്ലെന്ന് വാദിക്കുമ്പോഴും അന്താരാഷ്ട്ര പരിശോധകരെ തടയുന്നതും യുറേനിയൻ സമ്പുഷ്ടീകരിക്കുന്നതുമൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സംശയം വർദ്ധിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ജനീവയിലെ മേശപ്പുറത്ത് ഇപ്പോൾ ഇരിക്കുന്നത് കേവലം ഒരു കരാർ മാത്രമല്ല, മറിച്ചൊരു വലിയ യുദ്ധത്തിന്റെ ടൈമർ കൂടിയാണ്. നയതന്ത്രം വിജയിക്കുമോ അതോ മിസൈലുകൾ സംസാരിക്കുമോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം.